ഹലോ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ. എങ്ങനെയാണ് നമ്മുടെ ലങ്സിൽ നിന്നും ഓക്സിജൻ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നത്. നമ്മുടെ ലങ്സിൽ നിന്നും ഓക്സിജൻ എല്ലാ സെല്ലുകളിലും എത്തേണ്ടതുണ്ട്, എല്ലാ ഓർഗാൻസിലും എത്തേണ്ടതുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് മുൻപിലുള്ളത് നമ്മുടെ ബ്ലഡാണ്. ബ്ലഡ് വെസലുകൾ, രക്തക്കുഴലുകളുണ്ട്, അതിനുള്ളിൽ ബ്ലഡ് ഉണ്ട്. ഈ ബ്ലഡിലൂടെ ഓക്സിജൻ എങ്ങനെ സഞ്ചരിക്കുന്നു എന്നതാണ് ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ എന്ന ടോപ്പിക്കിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്സിജനെ വഹിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടി നമ്മുടെ രക്തത്തിൽ ഒരു പിഗ്മെന്റ് ഉണ്ട്, ഒരു വർണ്ണവസ്തു ഉണ്ട്, ഒരു കളറിംഗ് ഏജന്റ് ഉണ്ട്. അതിന്റെ പേരാണ് ഹീമോഗ്ലോബിൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച ടോപ്പിക് കൂടിയാണ്. ഓക്കെ, അപ്പോ ഓക്സിജൻ നമ്മളെ കൊണ്ടുപോകണം. ആ ഓക്സിജൻ കൊണ്ടുപോകാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു പിഗ്മെന്റ് ആണ് ഹീമോഗ്ലോബിൻ. ഒരു ഹീമോഗ്ലോബിനില് 4 ഓക്സിജനെയാണ് വഹിക്കാൻ സാധിക്കുക. ഒരു ഹീമോഗ്ലോബിനില് 4 ഓക്സിജൻ സഞ്ചരിക്കും. ഇങ്ങനെ ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി കൂടിച്ചേർന്നാൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് വിളിക്കുന്നത്. സോ ഓക്സിജൻ ബൈൻഡ്സ് വിത്ത് ഹീമോഗ്ലോബിൻ ആൻഡ് ഫോം ഓക്സി ഹീമോഗ്ലോബിൻ. എന്നിട്ട് ഈ ഓക്സി ഹീമോഗ്ലോബിൻ നമ്മുടെ ലങ്സിൽ നിന്നും ബ്ലഡ് വെസലുകളിലോട്ട് സഞ്ചരിച്ചിട്ട് അതിലൂടെ നമ്മുടെ ബോഡിയുടെ എല്ലാ ഭാഗങ്ങളിലും എത്തുകയും നമ്മുടെ സെല്ലുകളിൽ, ടിഷ്യൂകളിൽ എത്തിക്കഴിഞ്ഞാൽ ഓക്സിജനും ഹീമോഗ്ലോബിനും ഡിസോസിയേറ്റ് ചെയ്യും. അതായത് ഓക്സി ഹീമോഗ്ലോബിൻ തിരിച്ച് ഓക്സിജനും ഹീമോഗ്ലോബിനുമായിട്ട് സെപ്പറേറ്റ് ആവും. അങ്ങനെ സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ, ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓക്സിജൻ സെല്ലുകളിലോട്ട് പോകും, സെല്ലുകളുമായിട്ട് പ്രവർത്തിക്കും. ഹീമോഗ്ലോബിൻ സ്വതന്ത്രമായി. അപ്പോ നമ്മുടെ ലങ്സിൽ വെച്ച് ഓക്സിജനും ഹീമോഗ്ലോബിനും ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ ആവുന്നു. ടിഷ്യൂവിൽ വെച്ചിട്ടോ ഓക്സി ഹീമോഗ്ലോബിൻ തിരിച്ച് ഓക്സിജനും ഹീമോഗ്ലോബിനുമായിട്ട് മാറുന്നു. ഓക്കെ, ഇങ്ങനെ നമ്മുടെ ലങ്സിൽ വെച്ച് ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി കൂടിച്ചേരുന്നതിനെ സ്വാധീനിക്കുന്ന 4 ഘടകങ്ങളാണുള്ളത്. അത് നമുക്കിപ്പോ നോക്കാം. അതിന് നമുക്ക് ഇങ്ങനെ പറയാം: ഫാക്ടേഴ്സ് affecting binding of oxygen with ഹീമോഗ്ലോബിൻ. ഓക്സിജനും ഹീമോഗ്ലോബിനും ബൈൻഡ് ചെയ്യുന്നതിനെ സ്വാധീനിക്കുന്ന 4 ഘടകങ്ങൾ. ഒന്നാമത്തത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, രണ്ടാമത്തത് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, തേർഡ് വൺ H+ അയൺ കോൺസെൻട്രേഷൻ, നാലാമത്തത് ടെമ്പറേച്ചർ. ഇങ്ങനെ 4 ഘടകങ്ങളാണ് ഓക്സിജനും ഹീമോഗ്ലോബിനും ബൈൻഡ് ചെയ്യുന്നതിനെ സ്വാധീനിക്കുന്നത്. നമ്മുടെ ലങ്സിന്റെ ഒരു പ്രത്യേകത നോക്കുകയാണെങ്കിൽ, ലങ്സിൽ യു ഹാവ് ഹൈ PO2, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടുതലായിരിക്കും. അതുപോലെ ലോ കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ ആണ്, ലോ PCO2. കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ കുറവായിരിക്കും. അതുപോലെ ലോ H+ അയൺ കോൺസെൻട്രേഷൻ ആയിരിക്കും, ഹൈഡ്രജൻ അയനുകളുടെ കോൺസെൻട്രേഷൻ കുറവായിരിക്കും. അതുപോലെ ടെമ്പറേച്ചറും കുറവായിരിക്കും. ഇങ്ങനെയാണ് നമ്മുടെ ലങ്സിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഈ ഒരു കണ്ടീഷൻ ഈ കണ്ടീഷൻ പ്രത്യേകത എന്താ ചോദിച്ചാൽ, ഇത് ഓക്സിജനും ഹീമോഗ്ലോബിനും ബൈൻഡ് ചെയ്യാൻ അനുകൂലമായ ഘടകങ്ങളാണ് ഈ 4. അപ്പൊ നമ്മുടെ എക്സാം ചോദിക്കാണ്, എന്തുകൊണ്ടാണ് ലങ്സിൽ വെച്ച് ഓക്സിജൻ ഹീമോഗ്ലോബിനുമായി കൂടിച്ചേർന്നത്? ഓക്സിജനും ഹീമോഗ്ലോബിനും കൂടിച്ചേരുന്നതിനെ സ്വാധീനിക്കുന്ന 4 ഫാക്ടേഴ്സ് ഉണ്ട്. ഏതാ 4 പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, H+ അയൺ കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ. ഇതിൽ partial pressure of oxygen higher,
കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷറും H+ അയൺ കോൺസെൻട്രേഷനും ടെമ്പറേച്ചറും ലോയും ആവുമ്പോ ഓക്സിജൻ എന്ത് ചെയ്യും? ഹീമോഗ്ലോബിനെ ബൈൻഡ് ചെയ്ത് ഓക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യും. എന്നിട്ട് ഈ ഓക്സി ഹീമോഗ്ലോബിൻ നമ്മുടെ സെല്ലുകളിലെത്തുമ്പോൾ, ടിഷ്യൂകളിലെത്തുമ്പോ അവിടെ വെച്ച് ഇവർ നേരെ ഓപ്പോസിറ്റ് റിയാക്ട് ചെയ്യും. അതായത് ഓക്സിജനും ഹീമോഗ്ലോബിനും സെപ്പറേറ്റഡ് ആവും. കാരണം എന്താന്ന് ചോദിച്ചാൽ നമ്മുടെ ടിഷ്യൂവിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ടിഷ്യൂവിന്റെ പ്രത്യേകത അവിടെ ലോ PO2 ആണ്. എന്ന് പറഞ്ഞാൽ ലോ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആണ്. ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ എന്താണ്? കുറവാണ്. എന്തുകൊണ്ടായിരിക്കും അവിടെ കുറവാകുന്നത്? നമ്മുടെ കാർബൺ ഓക്സിജൻ എന്തെയും അവിടെ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നത്. നമ്മുടെ സെൽസ് ഓക്സിജൻ ഉപയോഗിക്കുമ്പോൾ അത് തീർന്നു പോകും. ഓക്കെ, അപ്പൊ പ്രഷർ കുറയും. ഓക്കെ, അതുപോലെ തന്നെ ഹൈ PCO2 ആണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രഷർ കൂടുതലാണ്, പാർഷ്യൽ പ്രഷർ കൂടുതലാണ്. അതുപോലെ തന്നെ ഹൈ H+ അയൺ കോൺസെൻട്രേഷൻ ആണ്. ഹൈഡ്രജൻ അയണിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. അതുപോലെ തന്നെ ഹൈ ടെമ്പറേച്ചർ. അപ്പൊ നമ്മൾ നോക്കുക, നേരത്തെ കണ്ടീഷൻസ് താരതമ്യം ചെയ്യുമ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സിറ്റുവേഷൻ ആണ് നമ്മുടെ ലങ്സിൽ ഉണ്ടാവുന്നത്. അങ്ങനെ ആകുമ്പോൾ നേരത്തെ നടന്ന റിയാക്ഷന്റെ നേരെ ഓപ്പോസിറ്റ് നടക്കും. അതായത് ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ടു ഓക്സിജൻ ആൻഡ് ഹീമോഗ്ലോബിൻ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഓക്സിജന്റെ ട്രാൻസ്പോർട്ടുമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ടോപ്പിക്. അപ്പൊ ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് ഒരു ഗ്രാഫിന്റെ പേരാണ്. അതായത് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. എന്താ ചോദിച്ചാൽ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കാണ്. ഈ ഗ്രാഫിൽ നമ്മൾ ഒരു ഭാഗത്ത് ഒരു ആക്സിസിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കാണിക്കും. എന്താണ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ? പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രഷർ എക്സർട്ടഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഗ്യാസ് ഇൻ എ മിക്സ്ചർ ഓഫ് ഗ്യാസസ്. ഒരു കൂട്ടം ഗ്യാസസുകൾക്കിടയിൽ ഓരോന്നും ചെലുത്തുന്ന പ്രഷറാണ് അതിന്റെ പാർഷ്യൽ പ്രഷർ. അപ്പൊ നമ്മൾ ഗ്രാഫ് ഞാനിവിടെ ചിത്രത്തിൽ കൊടുക്കുന്നുണ്ട്. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഒരു ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. Y ആക്സിസിൽ പെർസെന്റേജ് ഓഫ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഹീമോഗ്ലോബിനിൽ 4 ഓക്സിജൻ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റും. നമുക്ക് ഹീമോഗ്ലോബിനെ ഒരു വാഹനമായി സങ്കല്പിക്കാം. ആ വാഹനത്തിൽ 4 സീറ്റാണുള്ളത്. 4 പേർക്ക് യാത്ര ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു വാഹനമാണ് ഹീമോഗ്ലോബിൻ. അപ്പൊ ഒരു ഹീമോഗ്ലോബിനിൽ 4 ഓക്സിജൻ ഓക്യുപ്പൈ ചെയ്യാൻ സഞ്ചരിക്കാൻ പറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം ഓക്സിജൻ കൊണ്ടുപോകുന്ന ഒരു വെഹിക്കിൾ ആണല്ലോ ഹീമോഗ്ലോബിൻ. ഓക്കെ, അപ്പോ ഹീമോഗ്ലോബിൻ സാച്ചുറേറ്റഡ് ആയെന്ന് പറഞ്ഞാല് എല്ലാ ഹീമോഗ്ലോബിനിലും 4 വീതം ഓക്സിജൻ ഫില്ലായി കഴിഞ്ഞാൽ നമുക്കെന്ന് പറയാം ഹീമോഗ്ലോബിൻ 100% സാച്ചുറേറ്റഡ് ആയി. നമ്മളൊരു പ്രോഗ്രാമിൽ പോവുകയാണ്. അപ്പൊ 10 കാറുകളുണ്ട്. ഒരു കാറിൽ 5 പേർക്ക് ഇരിക്കാം. അപ്പൊ എല്ലാ കാറിലും 5 പേര് ഇരുന്ന് 50 പേരായി കഴിഞ്ഞാൽ നമുക്ക് പറയാം സാച്ചുറേറ്റഡ് ആയി. ഇനി ആൾക്ക് ഇരിക്കാനില്ല, സ്ഥലമില്ല എന്ന് പറയാം. എന്നതുപോലെ പെർസെന്റേജ് ഓഫ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ പറഞ്ഞാൽ എന്താ അർത്ഥം? ഹീമോഗ്ലോബിൻ ഓക്സിജനെ കൊണ്ട് സാച്ചുറേറ്റഡ് ആവുന്നതിന്റെ പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ ആകെയുള്ള ഹീമോഗ്ലോബിനില് പകുതി എണ്ണത്തിൽ അല്ലെങ്കിൽ പകുതി ഓക്സിജൻ ബൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഹീമോഗ്ലോബിനിൽ എത്ര ഓക്സിജൻ പോകും? 4 എണ്ണം പോകുമല്ലോ. അപ്പോ 100 എണ്ണം ഉണ്ടെങ്കിൽ 400 ഓക്സിജൻ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ 200 എണ്ണായിട്ടുണ്ടാവുക എന്ന് പറയാ 50% സാച്ചുറേറ്റഡ് ആയി. അങ്ങനെ ഫുൾ ഹീമോഗ്ലോബിനിലും മുഴുവൻ എല്ലാ ഹീമോഗ്ലോബിനിലും 4 വീതം ഓക്സിജൻ ഓക്യുപ്പൈഡ് ആയാൽ നമുക്കെന്ത് പറയാം? പെർസെന്റേജ് ഓഫ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ 100 ആയെന്ന് പറയാം അല്ലെ? ഓക്കെ, അതിന്റെ ഒരു ശതമാനമാണ് നമ്മൾ ഗ്രാഫ് കൊടുത്തിരിക്കുന്നത്. ഗ്രാഫിന്റെ 2 ആക്സിസ് നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോ ഈ ഹീമോഗ്ലോബിന്റെ പ്രഷർ കുറവാണെങ്കിൽ, പാർഷ്യൽ പ്രഷർ കുറവാണെങ്കിൽ, ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ കുറവാണെങ്കിൽ എല്ലാ ഹീമോഗ്ലോബിനും വേണ്ടത്ര ഓക്സിജൻ ചെയ്തിട്ടുണ്ടാവില്ല, ബൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ സാച്ചുറേഷന്റെ പെർസെന്റേജ് കുറവായിരിക്കും അല്ലെ?
അതുപോലെ എന്നാൽ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ കൂടിയാലോ ഹീമോഗ്ലോബിന്റെ സാച്ചുറേഷൻ റേറ്റും കൂടും അല്ലെ. നമ്മൾ പ്രോഗ്രാമിൽ പോകാൻ വേണ്ടി 10 വാഹനം ഉണ്ട്, പ്രോഗ്രാമിൽ പോകാൻ ആൾക്കാർ എണ്ണം കുറഞ്ഞാല് പല വാഹനത്തിനും സീറ്റ് കാലിയായിരിക്കും. അപ്പൊ നമ്മൾ പറയും ഇപ്പൊ പകുതി ആൾക്കാരെ എത്തിയുള്ളൂ, അത്രയും കൂടി ആൾക്കാർ എത്തിയാലേ നമുക്ക് വണ്ടി എടുക്കാൻ പറ്റും, ഫുൾ സീറ്റ് ഫുൾ ആണെങ്കിൽ. എന്ന പോലെ ഇവിടെ വിരുന്നുകാരായിട്ടുള്ള ആരാണ്? ഓക്സിജൻ ആണ്, വാഹനമാണ് ഹീമോഗ്ലോബിൻ. അപ്പൊ ഓക്സിജന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് വണ്ടി സീറ്റ് ഇങ്ങനെ ഫില്ലാവുന്നതിന്റെ പെർസെന്റേജ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? പെർസെന്റേജ് ഓഫ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ. അപ്പൊ അങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോ ആസ് ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇൻക്രീസ്, പെർസെന്റേജ് ഓഫ് സാച്ചുറേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ വിത്ത് ഓക്സിജൻ ആൾസോ ഇൻക്രീസ്. പക്ഷേ ഒരു ലിമിറ്റ് വരെ കൂടും. ആഫ്റ്റർ ബിയോണ്ട് വിത്ത് ദർ ഇസ് നോ എഫക്ട്. എന്തുകൊണ്ടാണ്? എത്ര സമയം വരെ കൂടും? എല്ലാ ഹീമോഗ്ലോബിനിലും ഓക്സിജൻ 4 വീതം ഒക്യുപ്പൈഡ് ആയി കഴിഞ്ഞാൽ 100% ആയി. അപ്പൊ പിന്നെ നിങ്ങൾ ഗ്രാഫിൽ കാണാൻ പറ്റും ഒരു ലെവൽ കഴിഞ്ഞപ്പോ പിന്നെ ഒരു കർവ് മുകളിലോട്ട് പോവാതെ ഒരു സ്ട്രൈറ്റ് ലൈൻ ആയി മാറിയിട്ടുണ്ട്. ആൻഡ് ദിസ് ഗ്രാഫ് ഈസ് കോൾഡ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ആൻഡ് ദിസ് ഇസ് എ സിഗ്മോയിഡ് കർവ്. ഇത്തരത്തിലുള്ള കർവുകളെ കുറിച്ച് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചാണ്. ഇതൊരു സിഗ്മോയിഡ് കർവാണ്. ഓക്കെ, ഇത്രയാണ് ഓക്സിജന്റെ ട്രാൻസ്പോർട്ട് നമ്മൾ പഠിക്കേണ്ടത്. ഇനി നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ട്രാൻസ്പോർട്ട് കൂടി പഠിക്കാനുണ്ട്. അതിനെക്കുറിച്ച് കുറഞ്ഞ പോയിന്റ്സ് പറയാം. നമ്മുടെ ഫോക്കസ് ഏരിയന്റെ പുറമെ ഉള്ളതാണെങ്കിലും കുറഞ്ഞ ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് വരുന്നത് കൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ചെറുതായിട്ട് പറയാം. ഓക്കെ, അപ്പൊ അടുത്തത് ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് നമ്മളെ സഹായിക്കുന്നത് ഹീമോഗ്ലോബിൻ തന്നെയാണ്. അതായത് നമ്മുടെ ടിഷ്യൂകളിൽ വെച്ച് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, നമ്മള് ഓക്സിജനെയും വഹിച്ച് ഹീമോഗ്ലോബിൻ നമ്മുടെ ടിഷ്യൂലെത്തും. ടിഷ്യൂലെത്തി കഴിഞ്ഞാൽ ഓക്സിജൻ അവിടെ അൺലോഡ് ചെയ്യും, അത് സെല്ലുകളിലോട്ട് പോകും. ആ ഒരു സ്പേസിലോട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ബൈൻഡ് ചെയ്യും. സോ ഇൻ ടിഷ്യൂസ് കാർബൺ ഡൈ ഓക്സൈഡ് ബൈൻഡ്സ് വിത്ത് ഹീമോഗ്ലോബിൻ. നമ്മള് എന്നിട്ട് ഇൻ ടിഷ്യൂസ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും? ഹീമോഗ്ലോബിനെ ബൈൻഡ് ചെയ്യും. അങ്ങനെ ഉണ്ടാവുന്ന ഉൽപ്പന്നമാണ് കാർബമിനോ ഹീമോഗ്ലോബിൻ. കാർബൺ ഡൈ ഓക്സൈഡും ഹീമോഗ്ലോബിനും കൂടി ചേർന്ന് കാർബമിനോ ഹീമോഗ്ലോബിൻ ഫോം ചെയ്യും. ഓക്കെ, എന്നിട്ട് കാർബമിനോ ഹീമോഗ്ലോബിൻ നമ്മുടെ രക്തത്തിലൂടെ സഞ്ചരിച്ച് നമ്മുടെ ലങ്സിലെത്തും, ശ്വാസകോശത്തിലെത്തും. അവിടെ എത്തിക്കഴിഞ്ഞാൽ കാർബമിനോ ഹീമോഗ്ലോബിൻ തിരിച്ച് റിയാക്ട് ചെയ്യും. എന്താവും? കാർബൺ ഡൈ ഓക്സൈഡും ഹീമോഗ്ലോബിനായിട്ട് മാറും. That dissociate into carbon dioxide and hemoglobin. എന്നിട്ട് ചെയ്യും കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ബ്രീത്തിങ് സമയത്ത് നമ്മുടെ നോസിലൂടെ എന്തെയും പുറത്തോട്ട് പോകുകയും ചെയ്യും. ഇങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ട്രാൻസ്പോർട്ട്. ഇത് ആകെയുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ 20 മുതൽ 25% വരെയാണ് ഈ ഒരു രൂപത്തിൽ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇതാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ട്രാൻസ്പോർട്ടിന്റെ ഒരു പ്രധാനപ്പെട്ട മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് കൂടി ഉണ്ട്, നമുക്ക് അത് ജസ്റ്റ് ഞാൻ പറയാം, ആവശ്യമുള്ള ആളുകൾ അതുകൂടി നോട്ട് ചെയ്യാം. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ ഒരു മെത്തേഡാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ടിഷ്യൂവിൽ വെച്ച് കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അതിന്റെ ഫലമായി H2CO3 ഫോം ചെയ്യും. പിന്നീട് ഇവ HCO3 മൈനസ്, അതായത് ബൈകാർബണേറ്റും ഹൈഡ്രജൻ അയോണുകളുമായി മാറും. ഇതിന് സഹായിക്കുന്ന ഒരു എൻസൈം ഉണ്ട്, കാർബോണിക് അൺഹൈഡ്രേസ് എന്ന എൻസൈമിന്റെ സഹായത്തോടെയാണ് ഈ ഒരു പ്രോസസ് നടക്കുന്നത്. സോ ഇൻ ദ ടിഷ്യൂസ് കാർബൺ ഡൈ ഓക്സൈഡ് react with water and produce H2CO3 and then become HCO3 minus plus H plus ions. ഈ ഒരു റിയാക്ഷൻ നമ്മുടെ ടിഷ്യൂകളിൽ വെച്ചാണ് നടക്കുന്നത്, കോശങ്ങളിൽ വെച്ചാണ് നടക്കുന്നത്. ഇങ്ങനെ അവിടെ വെച്ച് നടക്കാൻ സ്വാധീനിക്കുന്ന ഒരു ഘടകം എന്താ ചോദിച്ചാൽ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് പാർഷ്യൽ പ്രഷർ അവിടെ കൂടുതലായിരിക്കും. ഇതിന് സഹായിക്കുന്ന എൻസൈമിന്റെ പേര് വെരി ഇമ്പോർട്ടന്റ് ആണ്, കാർബോണിക്
അൺഹൈഡ്രൈസ്. എക്സാമിന് 1 മാർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഇങ്ങനെ ഉണ്ടാവുന്ന HCO3 മൈനസും H+ അയൺസും നമ്മുടെ ബ്ലഡിലൂടെ മൂവ് ചെയ്ത് ലങ്സിലെത്തുമ്പോ ലങ്സിലെ പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ലോ ആയതുകൊണ്ട് റിയാക്ഷൻ നേരെ ഓപ്പോസിറ്റ് ആയി നടക്കും. അതായത് HCO3 മൈനസും H+ അയൺ ചേർന്ന് H2CO3 ആവുന്നു. അവ പിന്നീട് കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടറുമായി മാറുന്നു. അങ്ങനെ ഉണ്ടാവുന്ന കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ നോസിലൂടെ പുറത്തോട്ട് റിമൂവ് ചെയ്യപ്പെടും. And in this method, the carbon dioxide is eliminated. So for oxygen transport ചെയ്യാൻ നമുക്ക് ഒരു മെത്തേഡ് ഉള്ളപ്പോ കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ നമുക്ക് 2 മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് ഇൻ ദ ഫോം ഓഫ് കാർബാമിനോ ഹീമോഗ്ലോബിൻ, സെക്കൻഡ് വൺ ഇൻ ദ ഫോം ഓഫ് ബൈകാർബണേറ്റ്. 70%ഓളം കാർബൺ ഡൈ ഓക്സൈഡ് ഈ രൂപത്തിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇത്രയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബ്രീത്തിങ്ങുമായി ബന്ധപ്പെട്ട റെസ്പിറേറ്ററി സിസ്റ്റവുമായി ബന്ധപ്പെട്ട അസുഖങ്ങളെ കുറിച്ചാണ്. 3 അസുഖങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. ഈ പ്രാവശ്യത്തെ ഫോക്കസ് ഏരിയയിൽ ഫിസിയോളജിയിലെ എല്ലാ ചാപ്റ്ററിന്റെയും ഡിസോർഡേഴ്സ് ഉൾപ്പെടുത്തിയത് കൊണ്ട് ഡിസോർഡേഴ്സ് ഫോക്കസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് മിക്കവാറും പ്രതീക്ഷിക്കാൻ പറ്റും. അത് നമ്മൾ പഠിക്കാനുള്ള ആസ്മ എന്ന അസുഖമാണ്. ആസ്മ നമുക്കറിയാം, ഇറ്റ് ഈസ് ദ ഡിഫിക്കൽറ്റി ഇൻ ബ്രീത്തിങ്. ബ്രീത്തിങ്ങിൽ ഉണ്ടാവുന്ന ഡിഫിക്കൽറ്റി ആണ്, ശ്വാസം മുട്ട് എന്നൊക്കെ നമ്മൾ പറയും. സോ ആസ്മ കാരണം ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾസ്, നമ്മുടെ ബ്രോങ്കൈ ബ്രോങ്കിയോൾസ് ഇവയിൽ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ ആണ് നമ്മുടെ ആസ്മക്കുണ്ടാവുന്ന കാരണം. രണ്ടാമത്തെ അസുഖമാണ് എംഫസീമ. ചോദിക്കും മിക്കവാറും നിങ്ങൾക്ക് 90% പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് എംഫസീമ. എംഫസീമ കാരണം സിഗരറ്റ് സ്മോക്കിംഗ് ആണ്. അതുകൊണ്ട് മിക്കവാറും ചോദിക്കാം. നിരന്തരമായ സിഗരറ്റ് സ്മോക്കിംഗ് കാരണം ആൽവിയോളാർ വാൾ ഡാമേജ്ഡ് ആവുന്ന അവസ്ഥയാണ് എംഫസീമ. ആൽവിയോളെ നമുക്കറിയാം ലങ്സിലുള്ള ബലൂൺ ലേക്ക് സ്ട്രക്ചേഴ്സ് ആണ്. ഈ ആൽവിയോളയുടെ വാൾസ് ഡാമേജ്ഡ് ആവുന്ന അവസ്ഥയാണിത് എംഫസീമ. എംഫസീമ അസുഖത്തിനുള്ള കാരണം സിഗരറ്റ് സ്മോക്കിംഗ് ആണ് ചോദിക്കുന്നത്. മൂന്നാമത്തെ അസുഖമാണ് ഒക്യുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ്. അതായത് ജോലിയുമായി ബന്ധപ്പെട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുന്ന ചില അസുഖങ്ങൾ. നമുക്കറിയാം സിമെന്റ് ഫാക്ടറികൾ, അതുപോലെ ക്വാറികൾ, അതുപോലെ മറ്റുള്ള ഫാക്ടറികളൊക്കെ അവിടെയൊക്കെ ഉണ്ടാവുന്ന വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ്. ഈ പാർട്ടിക്കിൾസ് നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മുടെ ലങ്സിലെത്തുകയും ലങ്സിനെ അറ്റാച്ച് ചെയ്ത് അതിന്റെ ഫലമായി നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവുകയും ചെയ്യാം. ഇത്തരം അസുഖങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒക്യുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെ 3 വിഭാഗം ഡിസോർഡേഴ്സ് കൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന ചാപ്റ്റർ പൂർത്തീകരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഈ ഒരു ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയയും ഫോക്കസ് അല്ലാത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദിക്കാവുന്ന ടോപ്പിക്സും നമ്മൾ ഡിസ്കസ് ചെയ്ത് എല്ലാവരും നന്നായി പ്രിപ്പയർഡ് ആവുക, നന്നായി സ്കോർ ചെയ്യുക. ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഫുൾ സ്കോർ ചെയ്യാൻ പറ്റണം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.